ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ 2024 LPST എക്സാം എഴുതിയ റാങ്ക് ലിസ്റ്റിൽ വന്നവർക്കും അതുപോലെ ഇനി വരാൻ പോകുന്ന LPST എക്സാം എഴുതാൻ പോകുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് വരെ, അതായത് ജൂൺ 24 വരെ ഓരോ ജില്ലയിലും എത്ര അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട് LPSTയിൽ കാറ്റഗറി നമ്പർ 709/2023 എത്ര അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ടെന്ന വിവരമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് PSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും നമ്മൾ എടുത്ത ഒരു ഡാറ്റയാണ്. ആദ്യം തിരുവനന്തപുരം ജില്ലയുടെ കാര്യം നോക്കാം. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ടോട്ടൽ അഡ്വൈസ് 27 ആണ് പോയിട്ടുള്ളത്. അതിൽ തന്നെ ഓപ്പൺ കാറ്റഗറി 5 അഡ്വൈസാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ടോട്ടൽ അഡ്വൈസും ഓപ്പൺ കാറ്റഗറിയിൽ എത്ര റാങ്ക് വരെ പോയി എന്നും പറയാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കാറ്റഗറി ഈ ഒരു ടേബിളിൽ നിന്നും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓരോ കാറ്റഗറിയിലും എത്ര അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി അടുത്തത് കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ നോക്കാം. കൊല്ലം ടോട്ടൽ 27 അഡ്വൈസ് തന്നെയാണ് പോയിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറി 4 റാങ്ക് വരെയാണ് അഡ്വൈസ് മെമ്മോ പോയിട്ടുള്ളത്. അടുത്തത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റാണ്. പത്തനംതിട്ടയിൽ ഓപ്പൺ കാറ്റഗറി 12 അഡ്വൈസാണ് പോയിട്ടുള്ളത്. ടോട്ടൽ അഡ്വൈസ് എത്രയെന്ന് ഇതിൽ പറയുന്നില്ല. ഓപ്പൺ കാറ്റഗറി 12 അഡ്വൈസ് മെമ്മോ ആണ് പോയിട്ടുള്ളത്. ഇനി അടുത്തത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. ടോട്ടൽ 11 അഡ്വൈസ്. ഓപ്പൺ കാറ്റഗറിയിൽ ഒരു അഡ്വൈസ് പോലും പോയിട്ടില്ല. കോട്ടയം ഡിസ്ട്രിക്റ്റ് കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. 62 ടോട്ടൽ അഡ്വൈസാണ് പോയിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറി 27th റാങ്ക് വരെ അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട്. ഇനി ഇടുക്കിയിൽ ടോട്ടൽ അഡ്വൈസ് 19 ഓപ്പൺ കാറ്റഗറി 8th റാങ്ക് വരെയാണ് പോയിട്ടുള്ളത്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ 26 അഡ്വൈസാണ് ടോട്ടൽ പോയിട്ടുള്ള അഡ്വൈസ്. അതിൽ ഓപ്പൺ കാറ്റഗറി 7th റാങ്ക് വരെയാണ് അഡ്വൈസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട്. 52 ടോട്ടൽ അഡ്വൈസ്. ഓപ്പൺ കാറ്റഗറി 19th റാങ്ക് വരെയാണ് പോയിട്ടുള്ളത്. ഇനി പാലക്കാട് ഡിസ്ട്രിക്റ്റാണ്. നല്ല രീതിയിൽ അഡ്വൈസ് മെമ്മോ പോയിരുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ടോട്ടൽ അഡ്വൈസ് 8 ആണ്. പാലക്കാട് ഇതുവരെ ആകെ 8 അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ. ഓപ്പൺ കാറ്റഗറിയിൽ ഫസ്റ്റ് റാങ്കിന് പോലും നിയമനം അഡ്വൈസ് മെമ്മോ വന്നിട്ടില്ല. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ്. ഇപ്പോൾ 131 അഡ്വൈസ് ടോട്ടൽ പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറി 57th റാങ്ക് വരെ അഡ്വൈസ് മെമ്മോ വന്നിട്ടുണ്ട്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് പാലക്കാട് ഡിസ്ട്രിക്റ്റ് പോലെ തന്നെ വളരെ കുറച്ച് അഡ്വൈസ് മെമ്മോ മാത്രമേ പോയിട്ടുള്ളൂ. ടോട്ടൽ 17. ഓപ്പൺ കാറ്റഗറി 1. ഫസ്റ്റ് റാങ്കിന് മാത്രമേ അഡ്വൈസ് മെമ്മോ പോയിട്ടുള്ളൂ. ഇനി വയനാട് ജില്ല നോക്കാം. വയനാട് 17 ടോട്ടൽ അഡ്വൈസ് പോയി. ഓപ്പൺ കാറ്റഗറിയിൽ 4th റാങ്ക് വരെയാണ്. ആദ്യത്തെ ടേബിൾ EWS ആണ്. ഓപ്പൺ കാറ്റഗറി 4th റാങ്ക് വരെയാണ് പോയിട്ടുള്ളത്. ഇനി കണ്ണൂർ ജില്ലയിൽ ടോട്ടൽ 6 അഡ്വൈസ്. പാലക്കാട് കോഴിക്കോട് പോലെ അഡ്വൈസ് മെമ്മോ അധികം പോകാത്തൊരു ഡിസ്ട്രിക്റ്റാണ്. ടോട്ടൽ 6 അഡ്വൈസ്. ഓപ്പൺ കാറ്റഗറി ഫസ്റ്റ് റാങ്ക് മാത്രമേ അഡ്വൈസ് പോയിട്ടുള്ളൂ. കാസർഗോഡും ഏകദേശം പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ല പോലെ അഡ്വൈസ് മെമ്മോ കുറവേ പോയിട്ടുള്ളൂ. ടോട്ടൽ 12 അഡ്വൈസ്. ഓപ്പൺ കാറ്റഗറി ഫസ്റ്റ് റാങ്കിന് പോലും അഡ്വൈസ് മെമ്മോ പോയിട്ടില്ല. അപ്പോൾ പാലക്കാടും കാസർഗോഡൊക്കെ ഫസ്റ്റ് റാങ്കിന് പോലും നിയമനം കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു ജൂലൈ പകുതി, ഓഗസ്റ്റ് ആദ്യമൊക്കെ ആകുമ്പോഴേക്കും കൂടുതൽ അഡ്വൈസ് മെമ്മോ പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. ഒരു 3-4 മാസം കഴിയുമ്പോൾ ഞാൻ ഈ ഒരു അഡ്വൈസ് സ്റ്റാറ്റസ് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ LP, UP, HSA, HSST തുടങ്ങിയ എല്ലാ അധ്യാപക പരീക്ഷകളുടെയും പുതിയ അപ്ഡേറ്റ്സിനും അതുപോലെ ഇതുപോലെയുള്ള
നിയമനങ്ങൾ എത്രത്തോളം നടന്നു എന്നറിയാനും പുതിയ നോട്ടിഫിക്കേഷനും അങ്ങനെ തുടങ്ങി എല്ലാ വിവരങ്ങൾക്കും വേണ്ടി തുടങ്ങിയിട്ടുള്ളൊരു ചാനലാണിത്. അപ്പോൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. LP പോലെ തന്നെ ഇനി UPയുടെയും എല്ലാ ജില്ലയിലെ അഡ്വൈസിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഉടൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.